ഗൾഫിൽ വിമാനമിറങ്ങുന്ന നജീബിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. കമ്പനി ജോലിയുടെ വീസയുമായി എത്തിയ നജീബിനെയും കൂട്ടുകാരൻ ഹക്കീമിനെയും ഒരറബി പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അവസാനമില്ലാത്ത മരുഭൂമിക്ക് നടുവിൽ ആടുകളെ നോക്കുന്ന അടിമ ജോലിക്കായി അയാൾ നജീബിനെ തളച്ചിടുന്നു. താൻ പറ്റിക്കപ്പെട്ടുവെന്നോ തന്നെ വെറുതെ വിടണമെന്നോ പറയാനുള്ള ഭാഷ പോലും അറിയാതെ നജീബ്. നാട്ടിൽ പുഴയിൽ മുങ്ങിത്താഴ്ന്ന് മണൽ വാരുന്ന ജോലി ചെയ്തിരുന്ന നജീബിന്റെ ജീവിതം മരുഭൂമിയിലെ ചൂടിൽ വരണ്ടുണങ്ങുകയാണ്. പതിയെ പതിയെ നജീബ് തന്നെ പോലും തിരിച്ചറിയാതാവുന്നു. മുടിയും താടിയും ജടകെട്ടിയ ചെമ്മരിയാടുകൾക്കിടയിൽ അവയ്ക്ക് സമാനമായ ജീവിതത്തിലേക്ക് തളച്ചിടപ്പെടുന്ന നജീബ്. ഇനിയൊരിക്കലും നാട് കാണാൻ കഴിയില്ലെന്ന നീറ്റൽ, അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് വരാനായി ജീവനും കൈപിടിച്ചുള്ള നജീബിന്റെ പരിശ്രമം. നജീബിന്റെ കഥ നോവലായി വായിച്ചപ്പോൾ തന്നെ മലയാളികൾ ഏറ്റെടുത്തതാണ്. അതിനെ ബ്ലെസ്സിയും പൃഥ്വിരാജും എങ്ങനെ സിനിമയാക്കി അവതരിപ്പിക്കുമെന്ന് അറിയാനുള്ള കൗതുകവും ആകാംക്ഷയുമാണ് മലയാളികൾക്കുണ്ടായിരുന്നത്. മരുഭൂമിയിലെ ഓരോ തുള്ളി വെള്ളത്തിലും നാട്ടിലെ പുഴയും പുഴക്കരയിലെ വീടും അവിടെ തൻ്റെ സൈന്യവും ഉണ്ടെന്നോർക്കുന്ന നജീബ് ഓരോ പ്രവാസിയുടെയും നെഞ്ചിലെ തേങ്ങലാണ്. മഴയുടെ നനവുള്ള നാട്, പുഴമീനിനെ പോലെ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിടുന്ന നജീബ്, പുഴയുടെ ആഴങ്ങളിൽ പ്രണയാബ്ദരാവുന്ന നജീബും സൈനുവും, ക്യാമറ കൊണ്ട് മനസ്സിൽ തണുപ്പ് നിറയ്ക്കുന്ന ബ്ലെസ്സി അടുത്ത നിമിഷം മരുഭൂമിയിലെ വരണ്ട മണൽക്കാറ്റിലേക്ക് കാണികളെ പിടിച്ചു വലിക്കുന്നു. ഓർമ്മകളിലെ മഴയല്ല തൻ്റെ ജീവിതത്തിലെ പൊള്ളലെന്ന് നജീബ് തിരിച്ചറിയുന്ന നിമിഷം, കാണികളും പൊള്ളിപ്പോകുന്ന നിമിഷമാണത്. മരുഭൂമിയിലെ ചൂട്, മേല് മുഴുവൻ പറ്റിപ്പിടിച്ച് പൊള്ളുന്ന മണൽ, ഇതിനിടയിൽ നജീബിനൊപ്പം കാണികളും പെട്ടുപോകുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും കാണികളുടെയും തൊണ്ട വരളും. ഒരു തുള്ളി വെള്ളം കുടിക്കണമെന്ന് തോന്നിപ്പോവും. അത്രയേറെ തീവ്രമാണ് തിരശീലയിൽ കണ്ടത്. മരുഭൂമിയിലെ മണലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ചാലിൽ നിന്ന് നാട്ടിലെ പുഴയിലേക്കുള്ള അനന്തമായ ട്രാൻസിഷൻ. ശക്തിയോടെ വീശുന്ന മണൽക്കാറ്റിൽ ഇളകി മാറുന്ന മണൽക്കുന്നുകൾ, അകലെ വെള്ളമുണ്ടെന്ന് തോന്നിപ്പോകുന്ന മരുപ്പച്ച, പറഞ്ഞാൽ തീരാത്തത്ര വിസ്മയ കാഴ്ചകളാണ് ചിത്രത്തിലുടനീളം. കാലിനടിയിലൂടെ ഇഴഞ്ഞു പോകുന്ന വിഷമേറിയ മണൽപ്പാമ്പുകൾ, ഒരു നിമിഷം കാണികളുടെ കാലിനടിയിലും തരിപ്പ് വരും. ദിവസങ്ങളോളം ഒരു തുള്ളി വെള്ളം കുടിക്കാതെ വറ്റി വരണ്ടുപോയ നാവ്, കാണികളെ പിടിച്ചുലയ്ക്കുന്ന കാഴ്ചകൾ മറ്റൊരിടത്ത്. ഉമ്മ തനിക്കായി നിറച്ചു തന്നുവിട്ട അച്ചാറ് കുപ്പിയിലെ കറുത്തുണങ്ങിയ അവസാനത്തെ മാങ്ങാ കഷ്ണവും ഒരു പ്രതീക്ഷ പോലെ നജീബിൻ്റെ ബാഗിലുണ്ട്. ആ കഷ്ണവും കഴിച്ച് നജീബ് തിരികെ ജീവിതത്തിലേക്ക് ഓട്ടം തുടങ്ങുമ്പോൾ കാണികളും പ്രാർത്ഥനയോടെ ഒപ്പം ചേരുകയാണ്. പൃഥ്വിരാജ് എന്ന നടൻ്റെ ജീവിതത്തിൽ നജീബിനെ പോലെ ഒരു കഥാപാത്രം ഇനി ഒരിക്കലും സംഭവിക്കില്ല. നജീബിനെ മാത്രമേ വെള്ളിത്തിരയിൽ കാണൂ. മെലിഞ്ഞുണങ്ങി എല്ലൂന്തി ചുവന്നു മങ്ങിയ പല്ലും കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന നജീബ്. ഇത് പൃഥ്വിരാജാണെന്ന് ഒരിക്കൽ പോലും കാണികൾ ചിന്തിക്കില്ല. ബ്ലെസ്സിയുടെ സംവിധാന മികവിന് ഏറ്റവും മികച്ച പിന്തുണ നൽകിയത് റസൂൽ പൂക്കുട്ടിയും AR റഹ്മാനുമാണ്. ആടുജീവിതത്തിൽ ശബ്ദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വീശിയടിക്കുന്ന മണൽക്കാറ്റിൽ നജീബിൻ്റെ ഷർട്ട് ആടി ഉലയുന്നതിൻ്റെ ശബ്ദം പോലും കാണികളുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. മണലാരണ്യത്തിലെ നടത്തത്തിനിടെ അങ്ങകലെ നിന്ന് കേൾക്കുന്ന നേർത്ത ശബ്ദങ്ങൾ, നാട്ടിലെ മഴത്തുള്ളികളുടെ ശബ്ദം മുതൽ മണൽപ്പാമ്പുകളുടെ ഇഴച്ചിൽ വരെ ഓരോ നിമിഷവും അത്രയേറെ ശ്രദ്ധയോടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പെരിയോനെ റഹ്മാനെ തന്നെയാണ് സമീപകാലത്ത് റഹ്മാൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടി. ഒരു പ്രാർത്ഥന പോലെ കാണികളുടെ നെഞ്ചിൽ ഈ ഈണം നിറയുന്നു. സിനിമ കണ്ട് തിയേറ്റർ വിട്ടാലും ആ ഈണം ചെവിയിൽ അലയടിക്കുന്നുണ്ട്. മലയാളത്തിൽ പ്രവാസികളുടെ കണ്ണീരിൻ്റെ കഥ പറഞ്ഞ ആദ്യ സിനിമയിൽ സുകുമാരനായിരുന്നു നായകൻ. പ്രവാസിയുടെ കഥയുമായി വന്ന ആടുജീവിതത്തിൽ സുകുമാരൻ്റെ മകനാണ് നായകൻ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ കഥയും തിരക്കഥയും എഴുതി ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് മലയാളി പ്രവാസികളുടെ ദുരിതക്കഥ പറഞ്ഞ ആദ്യ സിനിമ. സുകുമാരനായിരുന്നു നായകൻ. മമ്മൂട്ടിയും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന സാഹിത്യകാരനായ ബെന്യാമിൻ്റെ ആടുജീവിതം മണലാരണ്യങ്ങളിൽ ചീന്തിയ കണ്ണീരിൻ്റെ കഥ പറയുമ്പോൾ അതിലെ നായകൻ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജാണ്. അറിയാതെ സംഭവിച്ച സമാനതയായിരിക്കാം. ഉമ്മയും ഭാര്യയും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിനായി ജീവിതം വെച്ച് പന്താടുന്ന നജീബിൻ്റെ കഥ. ഇത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയ സിനിമയായി വരും ദിവസങ്ങളിൽ മാറുമെന്നതിൽ തർക്കമില്ല. നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റ് ചെയ്തേക്ക്.